ജാക്കി ചാല ഒരു ഫില്ലർ എപ്പിസോഡ് എന്നൊരു ക്യാരക്ടറാണ് മങ്കി കിങ്. ഒരൊറ്റ എപ്പിസോഡിലെ പുള്ളിക്കാരൻ വന്നിട്ടുള്ളൂ. ആ ഒറ്റ എപ്പിസോഡ് കൊണ്ട് നമുക്കറിയാം ഭയങ്കരമായ ഫേമസ് ആയി. അതിൽ സ്റ്റാറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റാറായ സ്ഥിതിക്ക് ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാത്ത ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ജാക്കി ചാൻ ആദ്യമായിട്ട് സീസൺ 2 കൊരങ്ങരാജ് എൻട്രി കൊടുത്തത്. ഈ എൻട്രി കൊണ്ട് പോലെ ചെക്കൻ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് സീസൺ 3 ഉണ്ടായിരുന്നു. എപ്പിസോഡൊക്കെ തകർത്തെടുത്തെന്ന് പറയാം. ബട്ട് ആ 2 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു എപ്പിസോഡിലെ കണ്ടിട്ടില്ല. ആകെ 2 എപ്പിസോഡിലെ കൊരങ്ങരാജേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൊരങ്ങരാജയ്ക്ക് വലിയ ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ആരാണ് കൊരങ്ങരാജയെ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കൊരങ്ങരാജയുടെ ഓറിജിൻ തൊട്ട് തുടങ്ങാം. ഈ കൊരങ്ങരാജ എന്ന് പറയുന്നത് ഒരു പപ്പറ്റ്, ഒരു ടോയ്. ആ ടോയിൻ്റെ ഉള്ളിലാണ് ഈ കൊരങ്ങരാജ അവരൊരു ജീവൻ തന്നെ അടച്ചു വെച്ചിരിക്കുന്നത്. ആരെ അടച്ചു വെച്ച് എന്തിനാ അടച്ചു വെച്ചത് ഇതുവരെയായിട്ട് കാര്യം മനസ്സിലായിട്ടില്ല. ബിക്കോസ് കൊരങ്ങരാജ എന്ന് പറഞ്ഞ ഒരു ഫൺ ക്യാരക്ടറാണ്. മായാവി ഇവരെ പോലെ ലോകത്തെ തന്നെ നശിപ്പിക്കണം ചിന്തയൊന്നും നമ്മളെ കൊരങ്ങരാജയ്ക്കില്ല. ജസ്റ്റ് 4 പേരെ ചിരിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ആയ ഒരാളെ ടോയിൽ അടച്ചു വെച്ചതാണ് കുറച്ച് സങ്കടകരമായ ഒന്ന്. ടോയ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്കിള് പഴയ സാധനങ്ങൾ വെക്കുന്ന പോലെ അങ്കിളിൻ്റെ എനിമി അങ്കിളിൻ്റെ എതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അങ്കിളുടെ തൊട്ടടുത്തുള്ളൊരു പീടിയാണ്, അവിടെ ഈ കൊരങ്ങരാജ ടോയ് ഉണ്ടാവും. അതുപോലെ ഡോൾസ്വിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് വന്ന പോലെ ചില സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. ഐ തിങ്ക് അവിടെ ഇതുപോലെ ഒരുപാട് ശപിക്കപ്പെട്ട ടോയ്സ് ഉണ്ടാവും. കൊരങ്ങരാജാവിനെ പോലത്തെ. കൊരങ്ങരാജയ്ക്ക് ടോയിൽ പോലെ പല മൃഗങ്ങൾക്കും ടോയ് ഉണ്ട്. അവരിൽ കുറേ പേര് ശപിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് തന്നെ അവരെ ടോയ് ആയിട്ടുണ്ട്. അതുപോലെ ഓരോ മൃഗങ്ങൾക്കും ഓരോ രാജാവുണ്ട്. ഈ ഓരോ രാജ്യവും ഓരോ മാതിരിയാണ്. അതുപോലെയാണ് കൊരങ്ങരാജ. കൊരങ്ങിനെ പോലെ കുറച്ച് ക്രൈസി ആയിട്ടുള്ളില്ലേ. ഓപ്പോസിറ്റ് നമുക്കറിയാം അങ്കിളിൻ്റെ എനിമീൻ്റെ കടയിൽ നിന്നാണ് ഇവർക്ക് ഈ ഡോൾ കിട്ടുന്നത്. അതേ വഴിയാണ് നമുക്കറിയാം ജാക്കിയും പിന്നെ ജൂലി നടന്നു വരുന്നത്. സമയം ജൂലി പറയും എനിക്ക് ടാലൻറ്റ്സ് ഉണ്ട്, ബട്ട് എനിക്കൊരു ടാലൻറ്റും ഇല്ല എന്ന് പറയുമ്പോൾ ജാക്കി പണ്ട് ഈ പപ്പറ്റ് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ ടോയ് വെച്ചിട്ടുള്ളൊരു പരിപാടികളില്ലേ, അതൊക്കെ ജാക്കി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജാക്കി വിചാരിച്ച് ഇത് ജൂലിനെ പഠിപ്പിക്കാത്ത രീതിയിലാണ് കൊരങ്ങരാജനെ വാങ്ങുന്നത്. ടോയ് വാങ്ങുമ്പോൾ അറിയാം ജൂലി എത്ര തവണ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ജാക്കി വാങ്ങിയത്. അങ്കിളിന് ഇവർ ഓപ്പോസിറ്റ് കടയിൽ നിന്നാണ് ഈ ടോയ് വാങ്ങി നിറച്ചപ്പോൾ ഭയങ്കര ദേഷ്യമായി. ഈ ടോയിനെ എങ്ങനെ സംസാരിപ്പിക്കേണ്ടത് നോക്കുന്നതിന് മുമ്പ് ഈ ടോയിനെ വെച്ച് കുറച്ച് റിസർച്ച് ചെയ്യുന്നതാണ് ഇവർ. ആ ടോയിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഒരു പോയം പോലെ. പോയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ കാല് വലിച്ചാൽ നിങ്ങൾക്ക് എന്നെ പഴയ പോലെ ജീവനോടെ കൊണ്ടുവരാം. കണ്ടിട്ട് നമുക്കറിയാം ജാക്കി നേരെ പോയിട്ട് അങ്കിളിനോട് ചോദിച്ചിട്ടില്ല ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇതിന് പ്രേതബാധയുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. നേരെ കാല് വലിച്ചു മാസമായി. അങ്ങനെ ആ കാല് വലിച്ചപ്പോൾ കൊരങ്ങരാജ പിന്നെയും ജീവനോടെ വന്നു. അതേസമയം നമുക്കറിയാം ജാക്കി ചാൻ ടോയ് ആയിട്ട് മാറി. ആ സമയത്ത് ജാക്കി ചാൻ്റെ ആത്മാവ് ഡോൾസ്വിൽ എന്ന സ്ഥലത്ത് അടക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൊരങ്ങരാജ വന്ന ശേഷമുള്ള സീനൊക്കെ വേറെ ലെവലാണ്. അതുപോലെ കൊരങ്ങരാജ വരുന്ന എല്ലാ സീനും സൂപ്പറായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ട ജോലി കൊരങ്ങരാജയോട് ചോദിച്ചു, നിങ്ങൾ പിന്നെയും തിരിച്ച് ടോയിലേക്ക് പോയിട്ട് എൻ്റെ അങ്കിൾ ജാക്കിനെ തിരിച്ചു കൊണ്ടുവരുമോ? അപ്പോൾ കൊരങ്ങരാജ പറയുന്നു, എന്നെ കണ്ടെന്ന മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ, ഇപ്പം ഞാൻ പുറത്ത് വന്നേ, അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു കയറാനോ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊരങ്ങരാജ ഒറ്റ ഓട്ടം. ജാക്കി ചാൻ ജീവൻ കൊടുക്കാൻ വേണ്ടി ജൂലി എന്ത് ചെയ്ത് എലി മന്ത്രക്കല്ല് ഉപയോഗിച്ചു. മന്ത്രക്കല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ജാക്കി ചാൻ എല്ലാ ജീവൻ കിട്ടും പപ്പറ്റിനാണ്. ജാക്കി ടോയും പിന്നെ ജൂലി ഒരുമിച്ച് നമുക്കറിയാം ഈ കൊരങ്ങ് രാജാവിനെ തടയുന്ന എസ്കേപ്പ് ചെയ്യുന്നതിൽ ഇതിനായിട്ടുള്ള ഒരു ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ കൊരങ്ങ് രാജാവിനെ അസൂയപ്പെടുത്തുന്നതാണ്. ഇതാണ് ഒറ്റ വഴി പറയാൻ കാരണം കൊരങ്ങ് രാജാവിന് ഒരുപാട് പവേഴ്സും ഉണ്ട്, സ്കിൽസും ഉണ്ട്. അപ്പോൾ ഈ വഴി തോൽപ്പിക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. ടൈമിൽ നമുക്കറിയാം ജൂലിയും ജാക്കിയും കൂടി കുറേ പേരെ ചിരിപ്പിക്കുന്നത് കണ്ടിട്ട് ഈ കൊരങ്ങ് രാജാവിന് ഭയങ്കര ഈഗോ വന്ന് താനാണ് എല്ലാം ചിരിപ്പിക്കേണ്ടെന്ന് ഒരു ഈഗോ വരാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്കറിയാം കൊരങ്ങ് രാജാവ് സ്വയം കെണിയിലാണ് കൊടുക്കുന്നത്. ഇതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്കിള് ഈ കൊരങ്ങ് രാജാവിൻ്റെ സാപത്തെ എങ്ങനെ റീകാസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് അങ്കിളിന് മനസ്സിലായി ഇതിൻ്റെ സ്പെല്ലുള്ളത് അങ്കിളുടെ സ്വന്തം എനിമിക്കാന്ന്. അപ്പോൾ അങ്കിൾ നേരെ എനിമിനെ കാണാൻ പോയി. സോ ഇതേ സമയത്ത് ജാക്കിയുടെ കാല് കൊരങ്ങ് രാജാവ് പിടിച്ച് വലിച്ചാൽ മാത്രമാണ് കൊരങ്ങ് രാജാവ് ടോയ് ആവുകയും ജാക്കി പിന്നെയും മനസ്സിലാവുകയും ചെയ്യുക. ഇതിനിടയിലൊരു വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാവും. ആ ഫൈറ്റിൽ നമുക്കറിയാം ഈ കൊരങ്ങ് രാജാവിനെ പിടിച്ചിട്ട് ജൂലി ഒരു ക്യുക്ക് സാൻഡിൽ എറിയും. അവിടെ കൊരങ്ങ് രാജാവ് കുടുങ്ങിപ്പോവും. നമുക്കറിയാം ജൂലി കൊരങ്ങ് രാജാവിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരു വടി കൊടുക്കുന്ന പോലെ നമുക്കറിയാം. ആ സമയത്ത് ജാക്കിയുടെ കാലാണ് കൊടുത്തത്. കാലെടുത്ത് വലിക്കുക, കൊരങ്ങ് രാജാവ് പിന്നെയും നോർമലാകെ, ജാക്കി പിന്നെയും തിരിച്ചു വരികയും ചെയ്യും. സീസൺ 2 എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ സീസൺ 3 പിന്നെ കൊരങ്ങ് രാജാവ് വരുന്നത്. അതിനിടയിൽ നമുക്കറിയാം കൊരങ്ങ് രാജാവ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ പറഞ്ഞിട്ടേ ഇല്ല സീസൺ 2. എന്നാലും ഈ ക്യാരക്ടർ കുറച്ച് സൂപ്പറായിരുന്നു. ഇവർക്ക് കുറച്ചും കൂടി എപ്പിസോഡ് ഈ കൊരങ്ങ് രാജാവിനെ വെച്ച് റിലീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ് സീസൺ 2 ഒരു 23 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എൻട്രി വരുന്നത്. ആ സമയത്ത് നമുക്കറിയാം ഈ മന്ത്രക്കല്ലിൻ്റെ പവറൊക്കെ അതിൻ്റെ ഒറിജിനൽ ആനിമൽസിന് പോകും. അതിനെ തേടി മായാവിയും വരും. അപ്പോൾ ഈ മൊത്തം മന്ത്രക്കല്ലെടുത്ത് ഈ ലോകത്ത് തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് മായാവി വരുന്നത്. അതുപോലെ മായാവി കൂടെ നമുക്കറിയാം ചീ വാരിയേഴ്സ് ഉണ്ടാവും. സേഗർ, ശങ്കർ, രാസപ്പൻ.
മായാവി ഈ മൃഗങ്ങളെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് അങ്കിളും ഈ മൃഗങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്കിളിന് ഈ കുരങ്ങ മന്ത്രക്കല്ല് എവിടെയുള്ള ഇൻഫർമേഷൻ കിട്ടി. അങ്കിള് മായാവിക്ക് സ്ഥലമൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഒരു മന്ത്രം ഇടും. ആ മന്ത്രം ഇട്ട് നേരെ കുരങ്ങ മന്ത്രക്കല്ല് തേടിപ്പോ. കുരങ്ങ് അപ്പോഴാണ് നമുക്കറിയാം അതിന്റെ പവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് രൂപങ്ങളിൽ മാറും. ഒരുപാട് മൃഗങ്ങളായിട്ട് മാറും. ഇതിന്റെ എപ്പിസോഡ് എല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ കുടുങ്ങിപ്പോയി. അവിടെ നിന്നാണ് പിന്നെയും കുരങ്ങ രാജാവിനെ കിട്ടുന്നത്. അവിടുത്തെ 2 കൺസ്ട്രക്ടർ വർക്കർ ഉണ്ടാവില്ലേ, അവർക്കാണ് കിട്ടുന്നത്. അതിലൊരു കൺസ്ട്രക്ടർ വർക്കർ എന്ത് ചെയ്യും, ഈ കുരങ്ങൻ്റെ കാല് പിടിച്ച് വലിക്കും. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, കുരങ്ങ രാജാവ് പിന്നെയും പഴയ പോലെ വരും. ആ സമയത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ കുരങ്ങ രാജാവ് നേരെ തേടി പോകുന്നത് ജാക്കിനെയും ജൂലിനെയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവഞ്ച് ചെയ്യാൻ വേണ്ടി. കുരങ്ങ രാജാവ് എന്തിനായി ഡിസിനെ എടുത്താൽ അറിഞ്ഞുകൂടാ. അവൻ്റെ പവർ വെച്ച് ലോകം മുഴുവനെ ചുറ്റി കളിക്കായിരുന്നു. പോയ കുരങ്ങ രാജാവ് നേരെ സംസാരിക്കുന്നത് ഭീമയുമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഭീമയോട് ചോദിക്കും കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും അവായിക്ക് പോയിട്ടുണ്ടാവും, ഭീമ മാത്രം വീട്ടിലുണ്ടാവും. അതുപോലെ കുരങ്ങ രാജാവ് ഭീമനോട് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്ന അറിയാമോ, ഭീമനെ അങ്ങനെ കെട്ടിയിട്ടിട്ട് ഭീമനെ കാലുണ്ടാവില്ലേ ഇക്ലിക്ക് അങ്ങനെ ആക്കും. അങ്ങനെ ആക്കിയിട്ടാണ് ഭീമനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഭീമ സത്യം പറയും അവരൊക്കെ ഹവായിൽ പോയതാണെന്ന്. അപ്പോൾ നേരെ കുരങ്ങ രാജാവ് എവിടെ പോകും, ഹവായിലേക്ക്. അപ്പോൾ മായാവിൻ്റെ ശല്യം ഉണ്ടാവില്ല. മായാവിക്ക് ടെക്നിക്കലി ഈ കുരങ്ങ മന്ത്രക്കല്ല് എവിടെയില്ലെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ മായാവിൻ്റെ ശല്യമില്ല. ടെക്നിക്കലി ഈ എപ്പിസോഡിൻ്റെ വില്ലെന്ന് പറയുന്നത് കുരങ്ങ രാജാവാണ്. ആ സമയത്ത് ആ ജാക്കി അങ്കിൾ ജോലി ഇവരൊക്കെ റിവെഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ബട്ട് ഇടയിൽ നമുക്കറിയാം മറ്റേ കുരങ്ങില്ല, കുരങ്ങ് രാജാവല്ല, ആ കുരങ്ങ് നമുക്കറിയാം മായമില്ല മന്ത്രമില്ല എന്നിട്ട് ഒരുപാട് കഴിവുകൾ കാണിക്കാൻ തുടങ്ങി. അത് കണ്ട് ഒരുപാട് പേര് ചിരിക്കാൻ തുടങ്ങി. കണ്ടാൽ പിന്നെ കുരങ്ങ് രാജാവുക്ക് ഈഗോ വരില്ല, നല്ല രീതിയിൽ ഈഗോ വന്ന് കുരങ്ങ് രാജാവ് ഇവരെ കൊന്നിട്ട് ഇനി വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ പോയി. നേരെ പോയത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അടുത്താണ്. കാമായ ഒരു അഗ്നിപർവ്വതമാണ്. ഇത് പൊട്ടിക്കാനാണ് കുരങ്ങ് രാജാവ് നോക്കുന്നത്. അവൻ്റെ പവറിൽ ഉപയോഗിച്ചിട്ട് ആ അഗ്നിപർവ്വതം പൊട്ടുന്നില്ല. ആ സമയത്ത് കുരങ്ങ് രാജാവ് ചിന്തിച്ച് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത് പൊട്ടാതിരിക്കാൻ. ആ സമയത്ത് നമുക്കറിയാം പെട്ടെന്നാണ് മായാവി അപ്പിയർ ആവുന്നത്. ആ സമയത്ത് മായാവിൻ്റെ കൂട്ടാളികളൊന്നും വന്നിക്കില്ല. മായാവി ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് വന്നപ്പോൾ നമുക്കറിയാം മായാവി വിചാരിച്ചത് ഫസ്റ്റ് കുരങ്ങ് രാജാവാണോ ആ മന്ത്രക്കല്ലിലെ മങ്ങി വെച്ച് കുരങ്ങ് രാജാവിനെ പിടിച്ച് തല പിടിച്ചുകൊണ്ടെന്ന് കുരങ്ങാജി പറയും, നീ എത്ര വെള്ളം മുടിക്കാരാ എൻ്റെ തല പിടിക്കാന്ന് രീതി ചോദിക്കും. ഞാൻ പറഞ്ഞപ്പോൾ മായാവിക്ക് മനസ്സിലായി ഇത് ഞാൻ തേടി വന്ന കുരങ്ങല്ല എന്ന് മനസ്സിലായി. ആ സമയത്ത് വേറെ കുരങ്ങാന്ന് മനസ്സിലായപ്പം വേറെ കുരങ്ങന്മാരെ ഈ മായാവി എടുക്കാൻ പോകുമ്പോൾ കുരങ്ങ് രാജാവിന് നല്ല ദേഷ്യം പിടിച്ച്. അങ്ങനെ കുരങ്ങ് രാജാവ് മായാവിനോട് ഫൈറ്റ് ചെയ്യാൻ തന്നെ പോകും. ബട്ട് മായാവി എന്ത് ചെയ്യും, ഈസിലി ഫൈറ്റ് ചെയ്തിട്ട് കുരങ്ങ് രാജാവിനെ അടിച്ച് നേടും. കാണുമ്പോൾ കുറച്ച് സങ്കടമായിട്ടൊക്കെ തോന്നും. കാരണം നമുക്കറിയാം ഈ കുരങ്ങ് രാജാവ് എന്ന് നമുക്കറിയാം അങ്കിളെ തന്നെ വട്ടം കറക്കിയ ഒരാളാണ്. അതേ സമയത്ത് ജാക്കി ചാൻ നമുക്കറിയാം ഈ കുരങ്ങനെ വെച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ 3 പേരെയും അടച്ചിടും. അടച്ചിടുക എന്ന് പറയുന്നത് ഒരു താറ് പോലത്തെ ഒരു സ്ഥലത്താണ് അടച്ചിട്ടത്. ആ സമയത്ത് മായാവിനോട് കുരങ്ങ് രാജാവ് ഒന്നും കൂടി ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം നീ അതാ കോമഡി പീസ്, നീ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിക്കുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ മായാവി പറഞ്ഞ്. അതുപോലെ നമുക്കറിയാം മായയുടെ പവർ ഉപയോഗിച്ച് കുരങ്ങ് രാജാവിനെ പിന്നെയും പപ്പറ്റാക്കി മാറ്റി. ഈ സമയത്ത് തന്നെയാണ് ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിനുള്ളിലാണ് ഈ കുരങ്ങ് രാജാവിൻ്റെ ടോയ് വീഴുന്നത്. അതിൽ നമുക്കറിയാം മായാവി വരെ വീണുപോകും. പിന്നെ ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ ഈ കുരങ്ങ് രാജാവാണ് ജാക്കി ചാനെ രക്ഷിച്ചത്. ആ സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിയിട്ട് തീയൊന്നല്ല തെറിച്ച് വന്നേ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുരങ്ങ് രാജാവ് അങ്ങനെ ആരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളല്ല. ഇന്ന് പുറത്ത് വന്നത് ഒരു ജെല്ലി ഫേവറേറ്റ് ജെല്ലിയാണ്, വേറെ ഒന്നുമല്ല. ജെല്ലി എല്ലാവരെയും കവർ ചെയ്യും. അത് തിന്നുന്ന കുരങ്ങനെയും എടുത്തുകൊണ്ട് പോകും. അഗ്നിപർവ്വതത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം ആ കുരങ്ങ് രാജാവിൻ്റെ ടോയ് കുടുങ്ങിപ്പോൾ. ഞാനിനി വിചാരിക്കുന്നില്ല ആരെങ്കിലും അഗ്നിപർവ്വതത്തിനുള്ളിൽ കൈയിട്ടിട്ട് കുരങ്ങ് രാജാവിനെ എടുക്കുന്നത്. അങ്ങനെ ആരും ചെയ്യാനൊന്നും പോകുന്നില്ല. ആകെ 2 എപ്പിസോഡിലായി കുരങ്ങ് രാജാവ് വന്നിട്ടുള്ളൂ. ആ 2 എപ്പിസോഡ് കൊണ്ട് തന്നെ വലിയൊരു പേരാണ് കുരങ്ങ് രാജാവിന് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.